AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിശ്രി തിരുവനന്തപുരത്തെത്തി. ലോക്ഭവന് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന രാപകൽ സമരപന്തൽ സന്ദർശിക്കുകയാണ് ഇപ്പോൾ. RB സനൂപ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സനൂപ്, മധുസൂദൻ മിശ്രിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം അത് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തന്നെയല്ലേ? ഒപ്പം ഈ സമരപന്തൽ സന്ദർശിച്ച ശേഷം എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? All the state governments under heavy debt. At that point, Prime Minister Modi ji wants them to pay 40% of the scheme. When we heard about the scheme, the entire Bharatiya Janata media kept on saying now the numbers of days are 125, which is purely misleading the people of our country. If you look at the data, സനൂപിലേക്ക് എത്താം. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിശ്രി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ലോക്ഭവന് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന രാപകൽ സമരപന്തൽ അദ്ദേഹം സന്ദർശിക്കുകയാണ്. അവിടെ അദ്ദേഹം ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്നത്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് പിന്നാലെ സ്ഥാനാർത്ഥി ചർച്ചകൾ, ഒപ്പം ഈ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ട അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും മധുസൂദൻ മിശ്രി ഇവിടെ എത്തിയിരിക്കുന്നത്, തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. സനൂപ് വിവരങ്ങൾ നൽകാനായി. സനൂപ്, ഈ കോൺഗ്രസ് നടത്തുന്ന രാപകൽ സമരപന്തൽ സന്ദർശിക്കുകയാണ് മധുസൂദൻ മിശ്രി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? Regarding the Kisans, the black laws in the history of the country. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിശ്രി കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ രാപകൽ സമരവേദിയിൽ ഉണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്നോ നാളെയോ ആയിട്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. 16-ാം തീയതി കേരളത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കളോട് ഡൽഹിയിൽ എത്തിച്ചേരാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും അന്ന് ചർച്ചയൊക്കെ നടക്കും. എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് തീരുമാനം. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാറേ, crucial election is going to happen in Kerala. How do you looking for this election? ഈ പരിപാടി കഴിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് കടക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് പറയേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.